നമസ്കാരം. മഴ പെയ്തൊഴിഞ്ഞ ശേഷം മരം പെയ്യും പോലെ നിലമ്പൂർ ഫലം വന്ന ശേഷമുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ ജനകീയ പദ്ധതികൾക്ക് തുടർച്ചയുണ്ടായില്ല എന്ന വിമർശനവുമായി മുതിർന്ന CPM നേതാവ് AK ബാലൻ രംഗത്തെത്തി. ആദിവാസി പട്ടികജാതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ജനകീയ പദ്ധതികൾ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മുടങ്ങി. VS സർക്കാരിന്റെയും ഒന്നാം പിണറായി സർക്കാരിന്റെയും കാലത്ത് വികസന നേട്ടങ്ങൾ സംഘടനാപരമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നതായും AK ബാലൻ മുനവെച്ചു പറയുന്നു. തെരഞ്ഞെടുപ്പ് തോറ്റതുകൊണ്ട് വർഗീയ ശക്തികളോട് സന്ധിയില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അൻവറിന് വേണ്ടി UDF വാതിൽ തുറക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കുകയും ചർച്ചയിലേക്ക് പോകാം. ശ്രീ M ലിജു, ശ്രീ ജേക്സി തോമസ്, ശ്രീ PR ശിവശങ്കർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ലിജു, നമുക്ക് ഇപ്പോൾ നിലമ്പൂർ പോലെയാണ് 2015 അവസാനത്തെ വർഷം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അരുവിക്കരയിൽ അത് UDF ജയിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വീണ്ടും വരുമെന്ന പ്രതീതി ഉണ്ടാവുന്നു. പക്ഷേ മറിച്ചാണ് സംഭവിച്ചത്. ഇപ്പോൾ നിലമ്പൂർ നിങ്ങൾ ജയിക്കുന്നു. രാഷ്ട്രീയം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കറും SFIയും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള നിലയിൽ ഇതിനെ ചുരുക്കി കാണേണ്ടതില്ല. കാരണം സംഘപരിവാർ രാഷ്ട്രീയത്തെ ആരാണ് എതിർക്കുന്നത് എന്നുള്ളത് കേരളം പോലൊരു സ്റ്റേറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആരാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് എന്ന ചോദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തോതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമായി വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ഇവിടെ ഇപ്പോൾ SFI റോഡിലുണ്ട്. യൂത്ത് കോൺഗ്രസിനോ KSUവിനോ അത്ര പ്രകടമായി കാണുന്നില്ല. ഒന്ന്, അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടം ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു ചടങ്ങ് തന്നെ അതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ നിലപാടെടുത്തിരുന്നത് RSSും CPM ഒരുമിച്ചായിരുന്നു. അന്നത്തെ രാഷ്ട്രീയം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു ചർച്ച തുടങ്ങുമ്പോൾ അപ്പോൾ അത് അന്നത്തെ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായ തെറ്റാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്നത്തെ ആ ഒരു RSS CPM ബന്ധത്തിൻ്റെ കൂടി CPM സംസ്ഥാന സെക്രട്ടറി കൂടി അംഗീകരിച്ചതിൻ്റെ 50ാം വാർഷികം കൂടിയാണ് ഇന്ന് നടക്കുന്നത്. പിന്നെ ഗവർണർക്കെതിരെ ഒരു പ്രകടനം നടത്തിയതുകൊണ്ട് മാത്രം CPMൻ്റെ RSS വിരുദ്ധത വ്യക്തമാവില്ല. വർഗീയ അജണ്ട കൂടി ഉപേക്ഷിക്കണം. കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രീണനം വളരെ കൃത്യമായിരുന്നു. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും അതുമായി ബന്ധപ്പെട്ട ബഹിഷ്സ്ഫുരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ സൂചനകളും വ്യക്തമായിട്ട് വന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയാണ് മലപ്പുറത്തെ അപമാനിച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, പിന്നീടൊരു നിഷേധക്കുറിപ്പ്. എന്നാൽ ശക്തമായൊരു നടപടിയും സ്വീകരിക്കാതെ മെസ്സേജ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ, ഇപ്പോൾ അഭിലാഷാണല്ലോ ഇൻ്റർവ്യൂ നടത്തിയത്. അഭിലാഷിൻ്റെ ഇൻ്റർവ്യൂ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. ഇത് വിവാദമാകുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി നൽകിയ മറുപടി, എന്ത് വിവാദം, സത്യം പറയുന്നതിന് എന്ത് വിവാദം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇപ്പം ഞങ്ങൾ കരുതുന്നത് അതൊന്നും ഒരു നാക്കുപിഴയായിട്ടല്ല, അതൊക്കെ ഒരു ശ്രമമാണ്. നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ആസൂത്രിതമായ CPM നടത്തിയൊരു ശ്രമമാണ് അവിടെ കണ്ടത്. പിന്നെ ഡാമേജ് കൺട്രോളും നടന്നു. അപ്പോൾ അതുകൊണ്ട് RSSനെതിരെയുള്ള നിലപാടുകളുടെ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഞങ്ങളാണ് ഈ രാജ്യത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തെ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണല്ലോ ചോദ്യം ഉയർന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു ദിശാസൂചികയാണ്. പക്ഷേ എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചതുകൊണ്ട് ഞങ്ങൾ ആലസ്യത്തിലാകും എന്നർത്ഥമില്ല അതിന്. ഞങ്ങൾ കൂടുതൽ ശക്തമായി ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കും. സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടും. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികൾ തുടരാനാണ് CPM തീരുമാനിക്കുന്നതെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകും. ആ നയങ്ങൾ തുടരാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനും തിരുത്തിക്കാനാവശ്യമായ ശക്തമായ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഇതാണ് ചെയ്യാനുള്ളത്. ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ നിലമ്പൂർ കഴിഞ്ഞു. നമ്മളതിനെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി കണ്ടാൽ അവിടെ നിങ്ങൾ തോൽക്കുകയും UDF ജയിക്കുകയുമാണ് ചെയ്തത്. UDF ഒറ്റക്കെട്ടായ ഒരു മുന്നണിയായി വന്നു, ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ സാഹചര്യം അവിടെ നിൽക്കുന്നു. ഈ കേവലം 8 മാസം ഒരാൾ MLA ആയിരിക്കുന്നു എന്നുള്ളതല്ലല്ലോ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കളമൊരുക്കലാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോൾ പൊസിഷനിലേക്ക് UDF എത്തുന്നു, ഒപ്പം നിങ്ങൾക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഗവർണർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷയങ്ങൾ തരുന്നുണ്ട്, അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റും. മുൻകാലങ്ങളിൽ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. എന്തായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെൻട്രൽ ക്വസ്റ്റ്യനായി വരാൻ പോവുക? ഈ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലമ്പൂരിൽ ചർവണം ചെയ്തു, പക്ഷെ അത് അത്ര കണ്ട് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന് തോന്നുന്നു. ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മേന്മ ആർക്ക് എന്നൊരു ചോദ്യം വന്നാൽ ഒരല്പം മുമ്പിൽ നിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം LDFനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്.
അങ്ങ് ചോദ്യം ചോദിച്ചത് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടെ ഉണ്ടല്ലോ. അതെ, അതായത് ഞാൻ പറയുന്നത് എനിക്ക് തിരികെ കേൾക്കുന്നുണ്ട്, ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഓക്കെ, അതായത് അങ്ങയുടെ ഈ ചോദ്യം എന്ത് രാഷ്ട്രീയത്തെ മുൻനിർത്തിയിട്ടായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം കേരള രാഷ്ട്രീയം അഭിസംബോധന ചെയ്യുക? അതോടൊപ്പം അതിൽ നിലമ്പൂർ നിർബന്ധമായും ഒരു സ്വാധീന ഘടകമായി മാറുമോ, അല്ലെങ്കിൽ നിലമ്പൂർ 2026 ഒരു ദിശാസൂചികയാകുമോ? എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പാനന്തരമുള്ള അന്തരീക്ഷത്തിൽ തന്നെ ആ ദിവസത്തിലൊക്കെ നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ സാജാത്യ വൈജാത്യങ്ങളോടുകൂടെ തന്നെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാനതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോവുകയല്ല. പക്ഷെ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. 2016-21 കാലയളവിൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് 5 വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അങ്ങയുടെ ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് മാതൃഭൂമി ന്യൂസിലെ വാർത്താ അവതാരകൻ അദ്ദേഹം അങ്ങേയറ്റം പരിഹാസ്യമായ ചിരിയോടുകൂടെ കേരള മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ കോട്ട് ചെയ്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന ഒരു പാനലിസ്റ്റോട് ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം കോട്ട് ചെയ്ത 2 വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, എറണാകുളത്തെ ഉദ്യോഗസ്ഥരുടെയോ മറ്റോ ഒരു യോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, നമ്മൾ വിവാദങ്ങൾ ഈ നാട്ടിൽ നടക്കും, അതൊരു പതിവാണ്, അതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. എന്നാൽ ജനങ്ങൾക്ക് മുമ്പാകെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ പ്രകടന പത്രിക അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കി ആ കാര്യങ്ങളെ വിജയകരമായ വിധം സംവേദനക്ഷമതയോടുകൂടെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ തുടർഭരണം ഉറപ്പാണ്. ആ ഉറപ്പാണെന്ന് പറയുന്നതും അദ്ദേഹം ഒരു പൊട്ടിച്ചിരിയോടുകൂടെ പരിഹാസ്യത്തോടുകൂടെ പാനലിസ്റ്റായ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കൂ എന്ന് പറയുകയാണ്. പിന്നീട് നമ്മൾ കണ്ടതെന്താണെന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രസക്തമാകുമെന്ന് ചോദിച്ചാൽ, ഇതേപോലെ 2016 തൊട്ടുമുമ്പ് 2015 കേരളത്തിൽ UDF ഭരണത്തിന്റെ കാലയളവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അങ്ങ് നിർബന്ധമായും ഓർക്കുന്നുണ്ടാകും. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏതാണ്ട് 10,000 കണക്കിന് വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടെ അവിടെ നിന്ന് വിജയിക്കുകയുണ്ടായി. അരുവിക്കര ഇലക്ഷൻ റിസൾട്ട്സ് പുട്ട് CM ഉമ്മൻചാണ്ടി ബാക്ക് ഇൻ ദ ഡ്രൈവേഴ്സ് സീറ്റ്, അതായിരുന്നു ഇന്ത്യൻ എക്സസിന്റെ അന്നത്തെ തലവാചകം. അതായത് മുന്നണിക്കകത്തും പുറത്തും കേരളത്തിലെ അന്നത്തെ കോൺഗ്രസിന്റെ നേതാവായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ കൂടുതൽ ശക്തനാക്കി തിരികെ പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു എന്നതായിരുന്നു സൃഷ്ടിക്കപ്പെട്ട പൊതുബോധം. പിന്നീട് എന്ത് സംഭവിച്ചു ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിലമ്പൂരിന്റെ ആകാശത്തെ ചൂണ്ടിക്കാട്ടി കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന്റെ തുടർച്ച ഇല്ലാതാകാൻ പോകുന്നു എന്ന് ആരെങ്കിലും വ്യാമോഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജനകീയ കോടതിയിൽ തന്നെ കാണാം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആകാശത്തെ ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഞങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പ്രസംഗിച്ച പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതൃത്വരെ അന്നലങ്കരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പ്രതിപക്ഷ നേതൃത്വരയിൽ പോലുമില്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതൃത്വരയുമായി വന്നവരൊക്കെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും തേരോട്ടത്തെ തകർക്കുമെന്ന് പ്രതിജ്ഞാബദ്ധമായി വന്നവരാണ്. അവരാരും ഇപ്പോഴാ പദവികളിൽ പോലും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കാം. ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹം തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്തെങ്കിലും തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണല്ലോ ഇത്. കോൺഗ്രസ് പ്രതിനിധിക്ക് എന്തർഹതയുണ്ട് അടിയന്തരാവസ്ഥയുടെ വാർഷികത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാൻ? ഇന്ന് ഇന്ത്യയിൽ സംഘപരിവാരം നടത്തിവിടുന്ന എല്ലാ അധമ പ്രവർത്തനങ്ങൾക്കും, എല്ലാ ജനാധിപത്യ വിരുദ്ധകൾക്കും, എല്ലാ കൂട്ടക്കലാപങ്ങൾക്കും, വർഗീയതയ്ക്കും, എല്ലാ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കും ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് RSSനെ പഠിപ്പിച്ചു കൊടുത്ത ഇന്ത്യയിലെ പെൺ ഹിറ്റ്ലർ എന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവായിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ആളായിരുന്നു. അവരാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയത്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ്? RSS CPM ബന്ധം. അങ്ങ് എന്താ കരുതിയത്? ഇപ്പോൾ ഗവർണർ വന്ന ഒരാളുടെ മുമ്പിൽ വന്ന് നിലവിളക്ക് കൊളുത്തി നമ്രശിരസ്കരായി നിന്ന് മുട്ടിലഴഞ്ഞു പോയിട്ടില്ലേ? കേരളത്തിൽ RSS അങ്ങനെ മുട്ടിലഴയാൻ ക്ഷണിച്ചിട്ടുള്ള ഒരു നേതാവേ ഉള്ളൂ. ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്താൻ വരുന്നപ്പോൾ ഗവർണറേക്കാൾ വിനീത വിധേയനായി തൊഴുകൈകളോടുകൂടെ RSSന് വേണ്ടി മുട്ടിലഴഞ്ഞ ഒരേ ഒരു നേതാവേ ഉള്ളൂ. ആ നേതാവാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതൃ പദവി അവകാശപ്പെടുന്നയാൾ. അങ്ങേക്കറിയില്ലേ? ആ പദവി ഞങ്ങൾക്കില്ല, ആ ഏർപ്പാട് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലയളവിൽ സഹകരിച്ചത് ജനസംഘം പിരിച്ചുവിട്ട് രൂപീകരിക്കപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും ലോക്ദൾ പാർട്ടിയുടെയും സ്വതന്ത്ര പാർട്ടിയുടെയും ഒക്കെ സംയുക്ത രൂപമായിരുന്ന മൊറാർജി ദേശായും ചരൺ സിംഗും JPയും ഒക്കെ നേതൃത്വം നൽകിയിരുന്ന ജനതാ മൂവ്മെന്റുമായി ഞങ്ങൾ സഹകരിച്ചിരുന്നു. ആ മൂവ്മെന്റിൽ വർഗീയത ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അന്ന് EMS പറഞ്ഞില്ല, ഒറ്റവാചകം. അന്ന് EMS പറഞ്ഞില്ല ചായക്ക് ഉപ്പ് പോരാ, ബിസ്ക്കറ്റിന് മധുരമില്ല എന്ന് പറഞ്ഞില്ല. ഇരട്ടാംഗത്വം വർഗീയത എന്ന് കേൾക്കുമ്പോ അന്നാ നിന്റെ ഒന്നും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് നട്ടൽ നിവർത്തി പറഞ്ഞു. ഇപ്പോഴും അതിനുള്ള അന്തസ്സുണ്ടോ? ഇല്ലല്ലോ.
ജമാഅത്തെ ഇസ്ലാമി എന്നും RSS എന്നും കേട്ടപ്പോൾ മെഴുകി മുട്ടിലഴയുകയല്ല നിങ്ങളുടെ സമീപനം. നിങ്ങളാണ് അടിയന്തരാവസ്ഥ വാർഷികത്തിൽ RSS ബാന്ധവത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി ആ ക്ലാസ് ഞങ്ങൾക്കെടുക്കാൻ അങ്ങ് മുതിരരുത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ അദ്ദേഹം അതിന് മറുപടി പറയാം. അതിനു മുമ്പ് ശ്രീ ശിവശങ്കർ, ഇപ്പോ ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് RSSും CPM-ഉം തമ്മിലൊരു ഷോ ഡൗൺ. അപ്പോൾ RSSും CPM-ഉം അല്ല, ഗവർണറും SFI-യും ആണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അതാണല്ലോ. അതിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും? കേരളത്തിൽ നമുക്കറിയാം, ഇപ്പോൾ വളരെ തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദുത്വ ലൈൻ ഓടുന്ന സ്ഥലമല്ല. പരമ്പരാഗതമായി തന്നെ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ BJP-യുടെ വോട്ട് പെർസെൻറ്റേജ്, അത് ജനസംഘ കാലത്തായാലും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ച ശേഷമായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുച്ഛമാണ്. നമ്മുടെ മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ആ നിലയ്ക്കുള്ള ഒരു പൊളിറ്റിക്സ് സെല്ല് ചെയ്യുന്ന സ്ഥലമേ അല്ല. അപ്പോൾ പിന്നെ ഈ ഷോ ഡൗൺ കൊണ്ട് ആർക്കെന്ത് ഉപകാരം? അഭിലാഷ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യവും നമ്മളുടെ ചർച്ചയുടെ കാര്യവും രണ്ടാണ്. അത് കാരണം ഞാൻ രണ്ട് കാര്യത്തിനും ഉത്തരം പറയാൻ എൻ്റെ ചെറിയ സമയത്ത് ഞാൻ ശ്രമിക്കാം. ഒന്നിപ്പോൾ താങ്കൾ പറഞ്ഞ BJP-ക്കോ RSSനോ നിയമസഭാ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ടോട്ടൽ നിയമസഭാ വോട്ടിൽ കാര്യമായ പെർസെൻറ്റേജ് ഇല്ല എന്ന്. ഇത് തന്നെ ഞങ്ങൾ ഒരു 1940കളിലും അതിന് മുൻപുമൊക്കെ ഇവിടെ കേട്ടതാണ്. ഈ പരിപ്പ് ഇവിടെ വേവില്ല മോനെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് കളിയാക്കിയതാണ്. അതിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഏതാണ്ട് 20% വോട്ടിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഗവർണറും അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10ഓളം സീറ്റുകളിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് MP, ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP ഉണ്ടായിരിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ MLA ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 സീറ്റിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തുണ്ട്. 12 സീറ്റിൽ വളരെ അടുത്ത 2ാം സ്ഥാനത്തുണ്ട്. 30,000-നും 40,000-ക്കൊക്കെ വോട്ടുള്ള ഏതാണ്ട് 20-25 മണ്ഡലങ്ങളുണ്ട്. അത് വലിയ സഖ്യകക്ഷി, ഒരൊറ്റ സഖ്യകക്ഷികളുടെ മാത്രം ശക്തി. അപ്പോൾ മറ്റുള്ളിടത്തൊക്കെ 10, 16, 20 അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ജമായത്തെ ഒക്കെ എടുത്ത് CPM ആണെങ്കിൽ SDPI-യും അതുപോലെ തന്നെ മറ്റ് പല ശക്തികളെയും PDP-യെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം. ഞങ്ങൾ ഏതാണ്ട് 2 സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇത്രയേറെ വോട്ട് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് താങ്കളുടെ നേരത്തെ പറഞ്ഞ ഒരു ലിറ്റ്മസ് ടെസ്റ്റിന് കാരണഭൂതമാവണം, അല്ലെങ്കിൽ അതിലും കൂടി ആ കാര്യത്തിലും കൂടി ആ ടെസ്റ്റ് നടത്തണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ എഴുതിത്തള്ളരുത്. പിന്നെ എഴുതിത്തള്ളിയാലും കുഴപ്പമില്ല. 1%-ഓ 2%-ത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത ചരിത്രം ഞാൻ വീണ്ടും അത് ഓർപ്പിക്കുന്നില്ല. കാരണം അത് ജയിക്കിനൊക്കെ കൂടുതൽ വിഷമമാവും. അത്തരം ഇവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രവും ഈ ഭാരതത്തിലുണ്ട്. അത് കാരണം അതൊരു 20%-ത്തിൽ നിന്ന് 30-ഓ 35-ഓ 40-ഓ ആക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നമുക്ക് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണാം. തീർച്ചയായും ഞങ്ങൾ വളരെ ശക്തിയായിട്ട് മുന്നോട്ടുണ്ട്. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ബ്രോഡ് ബേസ്, ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള പിന്തുണ തീർച്ചയായിട്ടും ഞങ്ങൾ അഭിലാഷിൻ്റെ മുന്നിലും തെളിയിക്കും, മറ്റുള്ളവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം നേരത്തെ ലിജു ചൂണ്ടിച്ച പോലെ ഇതൊരു ചൂണ്ടുപലകയോ അല്ലെങ്കിൽ അഭിലാഷ് പറഞ്ഞ പോലെ ലിറ്റ്മസ് ടെസ്റ്റോ ദിശാസൂചിക. യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ദിശാസൂചിക ഇരു മുന്നണികളും രാഷ്ട്രീയമായി ഇതുവരെ ജനാധിപത്യ കേരളം, മതേതരത്വ കേരളം അയിത്തം വെച്ച് പുറത്തു നിർത്തിയിരുന്ന മത തീവ്രവാദ ശക്തികളെ റെഡ് കാർപ്പറ്റ് വിരിച്ച് ഭരണത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ അകത്തേക്കും ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സൂചിക. ആ ദിശാസൂചിക പറയുന്നത് അപകടകരമായ ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും കടന്നിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ CPM-ഉം കോൺഗ്രസും ഇത്തരം അടവ് നയങ്ങളെ പയറ്റുന്നത് ആദ്യമല്ല, മത തീവ്രവാദ ശക്തികളെ പിടിക്കുന്നതും ആദ്യമല്ല. ഇപ്പോൾ ഒരു മുസ്ലിം പിന്തുണയാണെങ്കിൽ മുസ്ലിം ലീഗ് അവരുടെ അടുത്തുണ്ടല്ലോ. CPM-നാണെങ്കിൽ INL-ഉം ഉണ്ട്. മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് ഇറങ്ങിപ്പോയവരെയാണ് മറ്റുള്ളവരെല്ലാവരും അംഗീകരിച്ചു ജനങ്ങളുടെ മുൻപിൽ പറയുന്ന മത തീവ്രവാദ ശക്തികളെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് നിരന്തരം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDF-ഉം ഒരുമിച്ച് കൂടെ നിർത്തിയിട്ടുള്ളത്. എന്നിട്ടും അവർ പറയുന്നത് പലരും വിശ്വസിക്കുന്നുമുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട്, അതായത് മുസ്ലിം ലീഗിൻ്റെയോ INL-ൻ്റെയോ തീവ്രവാദം പോരാഞ്ഞിട്ടാണോ ജമാഅത്ത് ഇസ്ലാമിയെയും അത് അപ്പുറത്ത് PDP-യെയും ഒരു കാലഘട്ടത്തിൽ നേരത്തെ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ മദനിയുടെയൊക്കെ പ്രസംഗം ഇന്ന് നെറ്റിലുണ്ട്. എത്രത്തോളം അപകടകാരിയായിരുന്നു ഇദ്ദേഹം എന്ന് അറിയാം.
ഈ SDP ആയാലും SDP ഇപ്പോൾ പിന്തുണച്ചിട്ടില്ല കേരളത്തിൽ, നിലമ്പൂരെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കർണാടകയിൽ, കേരളത്തിൻ്റെ തൊട്ടപ്പുറത്ത് മൈസൂരടക്കം കർണാടകയിൽ എത്രയോ തവണ SDP നിരന്തരമായി കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോൾ സിദ്ധരാമയ്യ, ഇപ്പോൾ തെളിവില്ലാന്ന് ഇപ്പോൾ പറഞ്ഞേക്കാം, സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുത്ത അനുയായിയും മൈസൂർ ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് തോറ്റ ലക്ഷ്മണ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല SDP ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ടുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം വിട്ടാലും അവർ ഈ തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കേരളത്തിൻ്റെ അപകടകരമായ രാഷ്ട്രീയത്തിൽ മാറ്റിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ LDFും ഇവിടെ നടത്തുന്ന വലിയ ഈ ജനാധിപത്യ വിരുദ്ധമായ രീതിയും അതുപോലെ തന്നെ ഭരണത്തിൽ നടത്തുന്ന വലിയ തകർച്ചയും അത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും തങ്ങൾക്ക് വോട്ട് കിട്ടില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഈ വികാരം പോരാ എന്ന് പറഞ്ഞിട്ട് ഇത് ജമായത്തെ ഒരു ഭാഗത്ത് ചേർക്കുന്നു, അപ്പുറത്ത് PDP ചേർക്കുന്നു. അങ്ങനെ രാഷ്ട്രീയമായി തീവ്രവാദികളെ കൂട്ടുപിടിച്ചാണ് ഇവർ ജയിച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയവരെയും ആ കുന്തിരിക്കവും മലരുമെല്ലാം തിരഞ്ഞെടുത്ത് വെച്ചോളൂ എന്ന് പ്രസംഗിച്ചവൻ്റെയും DNA ഇന്ന് ഈ ഇരു മുന്നണികളിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇതൊരു അപകടകരമായ ഒരു സംശയവുമില്ല. കേരളത്തിൽ ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു പോവാം. ഇടവേള. ചർച്ചയിലേക്ക് വേണം. ഇവിടെ ശ്രീ M. ലിജു ഇപ്പോൾ BJPയുടെയും CPMന്റെയും നിലപാട് കേട്ട് കഴിഞ്ഞു. നോക്കൂ, ഇപ്പോൾ നിലമ്പൂർ ജയിച്ചു, വളരെ മികച്ചൊരു രാഷ്ട്രീയ വിജയമാണ്. അതിന് അത്യധ്വാനം ചെയ്തിട്ടുണ്ട് UDF. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് 140 മണ്ഡലങ്ങളിലും ഒരുമിച്ചാണ് നടത്തുന്നത്. നിലമ്പൂരിൽ ചെയ്തതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും മെഷീനറി അവിടെ പ്രവർത്തിപ്പിച്ച് കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നിലമ്പൂരിൻ്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അല്ല മറ്റ് പലയിടത്തും. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ആ സംഘടനയുടെ പേരിൽ ചൊല്ലിയത്, അപ്പോൾ അത് മലബാർ മണ്ഡലങ്ങളിൽ 2000 2500 വോട്ടുള്ള പ്രസ്ഥാനമായിരിക്കും, മറ്റ് ഇടങ്ങളിൽ അങ്ങനെ അല്ല താനും. അതിനെ സെൻട്രൽ നറേറ്റീവ് ആക്കിയിട്ട് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ UDFന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അത് വലിയ തോതിൽ ഒരുപക്ഷെ ഇപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വെൽഫെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം താഴെ പോകുന്ന വിധത്തിൽ മുഖ്യധാരാ വിഷയമായി ഈ വിഷയം വന്നാൽ പിടിച്ചു നിൽക്കാൻ UDFന് കഴിയുമോ? ഒരു വിഷയം കുറച്ച് വിശദമായി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഞാൻ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം CPM RSS ബന്ധത്തിൻ്റെ 50-ാം വർഷം കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ CPM പ്രതിനിധി ഇവിടെ ഇന്ദിരാഗാന്ധിയെ ആക്ഷേപിച്ചുകൊണ്ടാണ്, പെൺ ഹിറ്റ്ലർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPMൻ്റെ RSS ബന്ധം അത് വിശദീകരിക്കുക എന്നത് എൻ്റെ ഒരു കടമ കൂടിയാണല്ലോ. അത് പറയാതിരുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ കൃത്യമായ മറുപടി, യഥാർത്ഥത്തിൽ വിശദീകരണത്തിൻ്റെ പോലും ആവശ്യമില്ല. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും CPMൻ്റെ യുവജന നേതാക്കന്മാർ കുറച്ചുകൂടി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മഹാത്മജിയുടെ വധത്തിന് ശേഷം ഒറ്റപ്പെട്ടിരുന്ന സംഘപരിവാർ ശക്തികൾക്ക് ആദ്യത്തെ ഓപ്പണിംഗ് പോലും കൊടുത്തത് ഇവരാണ്. 1959 ഈ ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഈ LK അദ്വാനിയുടെ ആത്മകഥയായ മൈ ലൈഫിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ ഒരു സഹായം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി അരുണ അസഫ് അലിയെ ഡൽഹി മുനിസിപ്പൽ ചെയർമാനാക്കാൻ വേണ്ടി അന്നത്തെ ഹിന്ദു മഹാസഭയുടെ RSSൻ്റെ സഹായം അഭ്യർത്ഥിച്ച് അരുണ അസഫ് അലിയെ ഡൽഹി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആക്കുകയാണ്. പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഏതോ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തിനേറെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന RSS പ്രചാരകന്മാരായ ലാൽകൃഷ്ണ അദ്വാനി, പ്രചാരകനായിരുന്ന ലാൽകൃഷ്ണ അദ്വാനി ഈ കേരളത്തിൽ വന്ന് ശിവദാസ് മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്തതാണ്. 75-77 തെരഞ്ഞെടുപ്പിൽ ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും പോലെയുള്ള ഏറ്റവും മുതിർന്ന RSS പ്രചാരകന്മാർ പ്രചരണം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാത്രമല്ലോ, അതിൽ സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഞാൻ അംഗീകരിച്ചല്ലോ. RSS വിരുദ്ധരായ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ കൃത്യമായ പൊസിഷനാണ് പറഞ്ഞത്. RSS പ്രചാരകരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ RSS വിരുദ്ധവും പറഞ്ഞതുകൊണ്ടാണ്. 1989 എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അടിയന്തരാവസ്ഥയില്ലല്ലോ. ദേശീയ മുന്നണി എന്ന് പറഞ്ഞ് കൽക്കട്ട റാലി അഡ്രസ്സ് ചെയ്യുന്നത് ജ്യോതി ബസുവും EMS നമ്പൂതിരിപ്പാറും ഹർഷകൃഷ്ണൻ സുർജിത്തും, ഇപ്പുറത്ത് ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയുമാണ്. ഇടയ്ക്ക് ആയുള്ള മതിലെന്ന് പറയുന്നത് VP സിംഗാണ്. VP സിംഗിനെ നിർത്തിക്കൊണ്ട് രണ്ടു ഭാഗത്ത് നിൽക്കുകയായിരുന്നു. അതും പോകട്ടെ, 2014 ആണവ കരാറിൻ്റെ പേരിൽ എതിരായി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അവിശ്വാസ പ്രമേയം പാസ്സായിരുന്നെങ്കിൽ പിന്നീട് രാഷ്ട്രപതി വിളിക്കുന്നത് ആരെയാണ്? BJP ആണ്. രാജ്യത്ത് അണ്ണാ ഹസാരെ മൂവ്മെൻ്റ് ഉണ്ടായി. RSS സ്പോൺസേർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു. RSSൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അണ്ണാ ഹസാരേക്ക് അടുത്ത് ഇപ്പുറത്തിരുന്നത് കേജ്രിവാളും ബൃന്ദ കാരാട്ടുമാണ്. RSS പ്രോജക്റ്റിൻ്റെ നടത്തിപ്പുകാരായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും CPM പ്രതിനിധി, നിങ്ങളുടെ ഈ സോഫ്റ്റ് കോർണർ, നിങ്ങൾ ഇന്ദിരാഗാന്ധിയെ പെൺ ഹിറ്റ്ലർ എന്ന് ഇപ്പോഴും വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം, ആ പ്രയോഗങ്ങൾ തുടങ്ങി വെച്ചത് RSS ആണ്. നിങ്ങളുടെ മനസ്സിൽ ആ സോഫ്റ്റ് കോർണർ കിടക്കുകയാണ്.
അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി വീണ്ടും വീണ്ടും പറയുന്നത് അതിനെന്താ കുഴപ്പമെന്നാണ് വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി എത്ര പറഞ്ഞാലും നിങ്ങളുടെ ആ ഒരു ബന്ധം അതൊരു വസ്തുതയായി തന്നെ നിലനിൽക്കും എന്നത് യാഥാർത്ഥ്യമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവിടെ അഭിലാഷ് ചോദിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ജമാഅത്തെ ഇസ്ലാമി അജണ്ടയിൽ ഒതുക്കി നിർത്താനാണ് CPM ആഗ്രഹിച്ചത്. ആ ഒരു ചർച്ച അത് കൊണ്ടുവരിക, അത്തരത്തിൽ കൊണ്ടുവരുക ശ്രമിക്കുക, അത് മാത്രമാണ് അജണ്ട എന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് എന്നത് ജനകീയ വിഷയങ്ങളിൽ ഊന്നിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അദ്ദേഹം പ്രഖ്യാപിച്ചു. പെൻഷൻ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. മലപ്പുറത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രശ്നങ്ങൾ, മലപ്പുറത്തിൻ്റെ RSS പോലീസിലെ തന്നെ RSS വൽക്കരണം, ഇതൊക്കെ തന്നെ ആദ്യ ദിവസം ചർച്ചയായി. അപ്പോൾ ഇവർ വളരെ ആസൂത്രിതമായ അത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ജനകീയ വിഷയങ്ങളിൽ ഊന്നിയാണ് ചർച്ച മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ റിഫ്ലക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് നിലമ്പൂരിന്റെ കാര്യത്തിൽ ശരിയാണ്. എന്റെ ചോദ്യം 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ട അജണ്ടയായി വന്നാൽ 10 കൊല്ലം ഭരിച്ച സർക്കാരുണ്ട്, നിരവധിയായ വിഷയങ്ങളുണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് സെൻട്രൽ നറേറ്റീവ് ഈ വർഗീയ ശക്തികളുമായി ആർക്കാണ് ബന്ധം എന്ന ചോദ്യത്തിൽ കേന്ദ്രീകരിച്ചാൽ എങ്ങനെയാണത് മാനേജ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴേ ആലോചിക്കേണ്ടി വരും UDF. ഞാൻ അതിനെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അഭിലാഷ് നേരത്തെ വെച്ചൊരു കാര്യം, ഈ ഒരു സംഘടന 140 ഞങ്ങൾക്ക് അതിശക്തമായ സംഘടനാ സംവിധാനം ഉണ്ട് അഭിലാഷ്. കോൺഗ്രസ് പാർട്ടി അത്ര ദുർബലമായൊരു സംഘടനയല്ല. 1498 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും 25,000-ൽ പരം ബൂത്ത് കമ്മിറ്റികളും 282 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഒക്കെയുള്ള സുശക്തമായ സംഘടനാ സംവിധാനം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞങ്ങളങ്ങനെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റി കണക്ക് എന്നതിനപ്പുറത്ത് വലിയ ഒരു ജനകീയ അടിത്തറ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലുണ്ട്. ഞങ്ങൾ നിലമ്പൂർ ഞങ്ങളുടെ സംഘടനാ ശക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ അതേ സംഘടനാ ശക്തി CPMൻ്റെ സംഘടനാ ശക്തി അവിടെ കേന്ദ്രീകരിക്കപ്പെടുകയല്ലേ. സംസ്ഥാനത്ത് 9 വർഷമായി അധികാരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയും അതിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവരുടെ മുഴുവൻ നേതാക്കന്മാരും അവിടെ ഫോക്കസ് ചെയ്തില്ലേ? ഞങ്ങളല്ലേ ജയിച്ചത്? അപ്പോൾ 9 വർഷക്കാലമേ അവരുടെ കയ്യിൽ നിന്നൊരു നിയമസഭാ മണ്ഡലം ഞങ്ങൾ പിടിച്ചെടുത്തു. അവരെ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് വിഷയങ്ങളും എല്ലാം ചർച്ചയാക്കാൻ ശ്രമിച്ചപ്പോഴും ജനകീയ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ജയിച്ചു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അവർ വർഗീയതയിൽ ഊന്നട്ടെ, അവർ വർഗീയ അജണ്ട സെറ്റ് ചെയ്യട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ജനകീയ വിഷയങ്ങളാണ് ഈ വരാൻ പോകുന്ന 2025-ലെ ലോക്കൽ ബോഡി ഇലക്ഷനും 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പും. ഞങ്ങളുടെ ഫോക്കസ് എന്നത് ജനക്ഷേമമാണ്. പെൻഷനും ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും കേരളത്തിൻ്റെ കടക്കണിയും മയക്കുമരുന്ന് റാക്കറ്റും കൊലപാതക രാഷ്ട്രീയവും കൊടിസുനി സംസ്കാരവും എല്ലാം ചർച്ച ചെയ്യും. ശരി, വിവിധ വിഷയങ്ങൾ. അവിടെ ശ്രീ JC തോമസ്, നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി വിഷയമാണ് പ്രധാനമായും ഊന്നാൻ ശ്രമിച്ചിട്ടുള്ളത്. അവിടെ ഒറ്റ കാര്യം നേരത്തെ ഒരു ഫോട്ടോയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇരിങ്ങാലക്കുട MLA ആയിരുന്ന KU അരുണൻ CPM MLA ആണ്. അവിടെ പോയി RSS പരിപാടിയിൽ നോട്ട് ബുക്കും ചെയ്യുകയും ഇതേ ചിത്രത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു DYFI നേതാക്കന്മാർ അത്തരം പഠനം കൂടെ നടത്തണം. ഒറ്റപ്പെട്ട ചിത്രങ്ങളല്ല ഉള്ളത്. ശരി, അവിടെ ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ ആ നിലമ്പൂർ ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങുമ്പോൾ അതിൽ ആദ്യത്തെ പൊളിറ്റിക്കൽ വിഷയമായി വന്നത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്ന വിഷയമാണ്. അത് അദ്ദേഹം ഒരു 10 മിനിറ്റ് എടുത്ത് പറയും, അതിനുശേഷം സർക്കാരിന്റെ കാര്യങ്ങൾ. നമ്മൾ ഈ നിലമ്പൂരിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വഴിക്കടവ് മുതൽ അമരമ്പലം വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും UDFന് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരിടത്ത് കൂടുതൽ ഒരിടത്ത് കുറവ് എന്നുള്ള നിലയെ അപേക്ഷിച്ച് നമ്മൾ ഡെമോഗ്രാഫിക്കലി പരിശോധിച്ചാൽ തന്നെ ആനുപാതികമായ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷമായ ധ്രുവീകരണം നടന്നതായി നമുക്ക് ഈ വോട്ട് കണക്കിൽ നിന്ന് ബോധ്യപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു വിഷയം അങ്ങിട്ട് കൊടുത്താൽ അതിൻ്റെ പുറത്ത് ധ്രുവീകരണം ഉണ്ടാവും എന്ന കാര്യം നടന്നുകൊള്ളണമെന്നില്ല എന്നാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, നിലമ്പൂർ കഴിഞ്ഞു, 2026-ലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പിന്നെയും ഈ ജമാഅത്തെ ഇസ്ലാമി അതല്ലെങ്കിൽ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ വിഷയങ്ങൾ കണ്ടെത്തുകയായിരിക്കില്ലേ? ജമാഅത്തെ ഇസ്ലാമിയെയും തീവ്ര വർഗീയത വെച്ച് പുലർത്തുന്ന മറ്റ് സംഘടനകളോടുള്ള സമീപനവും ഈ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധമായ രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ മാത്രമല്ല, അങ്ങ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊതുപ്രവർത്തനം ശ്രദ്ധിച്ചാൽ മതി. ഏത് വർഗീയതയ്ക്കുമെതിരെയുള്ള നഖശികാന്തം, അതിനോട് സമരസപ്പെടാത്ത ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സത്തയാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അതിന്റെ ജീവനാണ്. വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടിൽ വെള്ളം ചേർത്താൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഇല്ലാതായി തീരും. അതാണ് അതിനെ സംബന്ധിച്ചുള്ള മറുപടി. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ തീവ്രതയിലേക്ക്, ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് പോകണമെങ്കിൽ പോകാം. ഏതായാലും അങ്ങ് നൽകിയ സമയം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ
സാമാന്യേന ദീർഘമായി തന്നെ ചരിത്രത്തിൽ ഇടതുപക്ഷവും സംഘപരിവാരവുമായി കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന നട്ടാൽ കുരുക്കാത്ത നുണ അല്ലെങ്കിൽ ഹീനമായ ഒരു കള്ളം അത് ആവർത്തിച്ച് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബഹുമാനിയായ കോൺഗ്രസിന്റെ നേതാവ് നടത്തിയത്. അദ്ദേഹം ചരിത്രം പഠിക്കണമെന്ന് പല ആവർത്തി അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. ഏതെങ്കിലും തരത്തിൽ മഹാപാണ്ഡിത്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ചരിത്ര പണ്ഡിതനെയല്ല. എന്നാൽ പരിമിതികളോടുകൂടെ ചരിത്രത്തിലെ വസ്തുതകളെ തിരക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാത്രം അങ്ങനെ കണ്ടാൽ മതി. അങ്ങയിൽ നിന്നും സ്വീകാര്യമായ ചരിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കുന്നതിന് എനിക്ക് വിമുഖതയില്ല. ചരിത്രത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രവർത്തകനെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു വാക്ക്, ഒരു പ്രയോഗം എന്ന് പറയുന്നത് അങ്ങയുടെ നേതാവായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിൻ്റെതാണ്. ചരിത്രം വസ്തുതകളുടേതാണ്. അതായിരുന്നു നെഹ്റുവിന്റെ സുപ്രസിദ്ധമായൊരു വചനം. എനിക്ക് തോന്നുന്നു ഒരച്ഛൻ മകൾക്കയച്ച കത്തിൽ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നടക്കപ്പെടുകയും മഹാനായ നിലയിൽ സോവിയറ്റ് യൂണിയനിൽ അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്യുന്ന വർഷത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിനക്ക് ചരിത്രം ഇഷ്ടമാണെന്നറിയാം, കാരണം ചരിത്രം ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമാണല്ലോ. അതായിരുന്നു പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഞാനത് ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം, ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിലെ വസ്തുതകളെ ഭാഗികമായി എടുത്തു പറഞ്ഞാൽ അത് ചരിത്രമാവില്ല, അത് നുണയായി മാറും. പാതിവെന്ത സത്യം അല്ലെങ്കിൽ പാതിവെന്ത നുണ ആക്കി ചരിത്രത്തെ വക്രീകരിക്കാൻ ഏതു രാഷ്ട്രീയത്തിൽപ്പെട്ട മുതിർന്ന പ്രവർത്തകനും ശ്രമിക്കുന്നത് സ്വീകാര്യമല്ല. അത് പൊതുജന സാമാന്യത്തോട് ചെയ്യുന്ന മാപ്പറിയിക്കാത്ത തെറ്റാണ്, മാപ്പറിയിക്കാത്ത കുറ്റമാണ്. ഞാനത് സൂചിപ്പിക്കാൻ കാരണം എന്താണ്, RSSുമായി CPIM അടിയന്തരാവസ്ഥ കാലയളവിൽ സഹകരിച്ചോ? നമ്മൾ എത്ര തവണ അതിന്റെ ചരിത്രത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അങ്ങ് ഇപ്പോഴും വിശദീകരിക്കപ്പെടുകയും തെറ്റായ പ്രയോഗം നടത്തപ്പെടുകയും ചെയ്ത ഒരു പ്രതീതി നിർമ്മാണത്തെ അവലംബിക്കുകയാണ്, അതിൽ ആശ്രയം കണ്ടെത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും മതനിരപേക്ഷവാദികളെയും കൊന്നുകളയണമെന്ന് RSSന് വേണ്ടി പുസ്തകം എഴുതിയ ആളുടെ ജന്മദിന വാർഷികം ആഘോഷിക്കാൻ തൊഴുകൈകളോടുകൂടെ നിലവിളക്ക് കൊളുത്തി. അതൊരു AI ചിത്രമല്ല. ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇത്ര വിപുലമായ സാധ്യത ഉണ്ടായിരുന്നില്ല. അത് ജീവിച്ചിരിക്കുന്ന ചിത്രമാണ്. ആ ചിത്രം പുറത്തു വന്നതിനെ തുടർന്ന് 3 മണിക്കൂർ കൂടുമ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു പകൽ മുഴുവൻ മുങ്ങി നടന്നത് ഈ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. ആ വാർത്തയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങ് പറയുകയാണ്, ഏതോ ഒരു പടനോത്സവത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു MLA വിളക്ക് കൊളുത്തിയില്ലേ, അപ്പൊ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വിളക്ക് കൊളുത്തിയാൽ എന്താ കുറ്റം? അതാണ് കോൺഗ്രസ് പ്രതിനിധിയുടെ തിരികെയുള്ള പ്രതികരണം. ഞാൻ അതിന് തീർപ്പ് കൽപ്പിക്കുന്നില്ല. ഈ ചർച്ച കേൾക്കുന്ന ജനങ്ങൾ വിലയിരുത്തട്ടെ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ സമാദരണീയനായ മുഖം സവർക്കർ പോലെയുള്ള ഇന്ത്യൻ സംഘപരിവാരം അവരുടെ ആദരണീയ നേതാക്കന്മാരായി കരുതുന്ന ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുകൈകളോടുകൂടെ നിലവിളക്ക് കൊളുത്തി ജന്മദിനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചയാൾ BJPയുടെ പ്രസിഡന്റ് അല്ല, കോൺഗ്രസിന്റെ നേതാവും നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവുമാണ്. അത് പറയുമ്പോൾ അങ്ങേക്ക് പൊള്ളിയിട്ട് കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, LK അദ്വാനിയുടെ ഒരു പുസ്തകമുണ്ട്. BJP നേതാക്കന്മാരുടെ പുസ്തകത്തെ എന്ന് മുതലാ കോൺഗ്രസ് നേതാക്കന്മാർ വേദപഠനം എന്നതുപോലെ സ്വീകരിക്കാൻ തുടങ്ങിയത്? ഞാനൊരു പുസ്തകത്തിന്റെ പേര് തിരികെ അങ്ങോട്ട് പറയട്ടെ. ആദരണീയനായ മുകുന്ദൻ, വസ്തുത വെച്ച് അപ്പൊ ഞാനും 2 പുസ്തകങ്ങളുടെ പേര് അങ്ങോട്ട് പറയാം. അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ ഇന്റർവെൻഷൻ ശ്രമിച്ചില്ലല്ലോ. ഞാൻ അങ്ങേക്കാൾ പക്വത കുറഞ്ഞ യുവജന നേതാവല്ലേ? അങ്ങ് പ്രായത്തിലും പക്വതയിലും രാഷ്ട്രീയത്തിലും എന്നേക്കാൾ പാണ്ഡിത്യം അവകാശപ്പെടുന്നയാളല്ലേ? അപ്പൊ ഞാനൊരു പുസ്തകത്തിന്റെ പേര് തിരികെ അങ്ങോട്ട് പറയാം. ഇവിടെ മുകുന്ദേട്ടൻ BJPയുടെ പ്രവർത്തകർ വിളിക്കുന്ന സമാദരണീയനായ കേരളത്തിലെ നേതാവ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആത്മകഥാസ്വഭാവമുള്ള പുസ്തകത്തിൽ പാഴായിപ്പോയ പരീക്ഷണങ്ങൾ എന്നുണ്ട്. ആ പുസ്തകത്തിന്റെ ചിത്രങ്ങളിൽ ഒന്ന് അങ്ങയുടെ നേതാവായിരുന്ന ലീഡർ എന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അങ്ങ് സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണം പാലക്കാട് ഉദ്ഘാടനം ചെയ്തു എന്ന് സൂചിപ്പിച്ച ലാൽകൃഷ്ണ അദ്വാനിയും രാജഗോപാലും ഒക്കെയായി കെട്ടിപ്പിടിച്ച് നർമ്മം പങ്കിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തുന്ന ചിത്രമാണ്. പാഴായിപ്പോയ പരീക്ഷണങ്ങൾ ഏതിനെ സംബന്ധിച്ചാണ്? പുറത്തു നിന്നുള്ള പിന്തുണയല്ല. ഏതാണ്? വടകരയിലും ബേപ്പൂരിലും പാലക്കാടും കാസർഗോഡും ഒക്കെ സംയുക്ത സ്ഥാനാർത്ഥി, കോൺഗ്രസിനും BJPക്കും ഒറ്റ സ്ഥാനാർത്ഥി. ദീൻദയാൽ ഉപാധ്യായ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ EMSനെ തോൽപ്പിക്കാൻ, AKGയെ തോൽപ്പിക്കാൻ RSSന്റെയും കോൺഗ്രസിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്ന് പ്രസംഗിച്ചു. പുറത്തുനിന്നുള്ള പിന്തുണയാണെന്ന് നിങ്ങളുടെ തർക്ക വിഷയം. അകത്തു കയറി നിന്ന് നിങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ഇനി ജനതാ പാർട്ടിയുമായിട്ടുള്ള പുറമേ നിന്നുള്ള പിന്തുണയുടെ കാര്യമാണെങ്കിലോ, ആരായിരുന്നു ജനതാ പാർട്ടിയുടെ നേതൃത്വം? RSS ആയിരുന്നോ? ജഗജീവൻ, എത്ര പേരുണ്ടായിരുന്നു? ബഹുഗുണ, ചരൺ സിംഗ്, മൊറാർജി ദേശായി, രാജ്നാരായണൻ, ഇവരൊക്കെ ആയിരുന്നില്ലേ
സോഷ്യലിസ്റ്റുകളും സ്വതന്ത്ര കോൺഗ്രസും സംഘടനാ കോൺഗ്രസും സ്വതന്ത്ര പാർട്ടിയും ലോക്ദളും ഉൾപ്പെടെയുള്ള പാർട്ടികളായിരുന്നില്ലേ അതിന്റെ നേതൃത്വം? അതിൽ രാജ്നാരായണനും ചരൺ സിംഗുമാണ് ഇരട്ട അംഗത്വത്തെ സംബന്ധിച്ച് 1975 ശേഷം 79 ചോദ്യം ഉയർത്തുന്നത്. ആ ഇരട്ട അംഗത്വത്തെ സംബന്ധിച്ച് ചോദ്യം ഉയർന്നപ്പോൾ അന്നു ഞങ്ങൾ പ്രഖ്യാപിച്ചു, തലശ്ശേരിയിലും തിരുവല്ലയിലും പാറശാലയിലും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ RSS അംഗത്വം ഉള്ളവർ ജനതാ മൂവ്മെന്റിലുണ്ടോ? EMSന്റെ പ്രതികരണം എന്താണ്? ഞാൻ ആവർത്തിക്കുന്നു, കോൺഗ്രസ് നേതാവെ, അങ്ങയുടെ സഹകാരികൾ പറയുന്നത് പോലെ ചായക്കുപ്പില്ല, ബിസ്ക്കറ്റിന് മധുരമില്ല എന്നല്ല EMS പറഞ്ഞത്. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലയളവിൽ ഇവരുടെ വോട്ട് വേണ്ട എന്ന് ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയിട്ട് ഞങ്ങൾക്കൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒരു പാർലമെന്റ് സീറ്റിലും ഞങ്ങൾക്ക് ജയിക്കണ്ട എന്ന് പറയാനുള്ള നട്ടല്ല, ഒരു ത്രാണി നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനി ജനതാ പാർട്ടി RSS ആണെങ്കിൽ ആ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നു? ആങ്കർക്കറിയില്ലേ? പഴയ KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ ആ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലേ? അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് ഭാഗികമായ നുണകൾ പ്രചരിപ്പിക്കാനുള്ളതല്ല എന്ന് ബഹുമാനിയനായ കോൺഗ്രസ് നേതാവ് മനസ്സിലാക്കണം. പണ്ഡിറ്റ് പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന വസ്തുതകളെ കുറിച്ചുള്ളതാണ്. അത് പരിശോധിക്കുമ്പോൾ വർഗീയതയുടെ കാല് പിടിച്ച് നിങ്ങൾ നേടിയ വിജയങ്ങളുണ്ട്. ഒറ്റവാചക കൂടെ അടിയന്തരാവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ പ്രതികരിച്ച എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയും ചെയ്തു. പെൺകില്ലർ എന്ന RSS ആണ് വിളിച്ചത് പോലും. അങ്ങ് പാർലമെന്റ് രേഖകൾ പരിശോധിക്കണം. അങ്ങ് എന്നെ പഠിക്കാൻ ഉപദേശിച്ച പോലെ ഞാൻ അങ്ങ് ഉപദേശിക്കില്ല, ഞാനതിനാളല്ല. പാർലമെന്റിൽ ഇന്ത്യൻ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലയളവിൽ മഹാനായ AK ഗോപാലനാണ് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി ഫാസിസം നടപ്പിലാക്കാൻ RSSന് പ്രചോദനം നൽകിയ, അർദ്ധ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ കോൺഗ്രസ് നേതാവിനെ നോക്കി നിങ്ങൾ ഒരു പെൺ ഹിറ്റ്ലർ ആണ് എന്ന് പ്രഖ്യാപിച്ചത് അഭിമാനത്തോടുകൂടെ ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അത് AKG ആണ്. നിങ്ങൾ നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ എന്തായിരുന്നു? തുർഗ്മാൻ ഗേറ്റിലും ബുൾഡോസർ ഉപയോഗിച്ച ഇന്നത്തെ യോഗി ആദിത്യനാഥിന് പഠിക്കാൻ പുസ്തകം എന്നതുപോലെ ഭരണം നിങ്ങൾ നടത്തിയില്ലേ? ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ നിർബന്ധിത വന്ധ്യകരണത്തിന് ഇടയാക്കിയില്ലേ? നൂറുകണക്കിന് വരുന്ന മനുഷ്യന്മാരെ ജയിലിലിട്ട് കൊന്നുകളഞ്ഞില്ലേ? ഈ പത്രസ്ഥാപനങ്ങളെ പൂട്ടിക്കെട്ടിയില്ലേ നിങ്ങൾ? ആ VC ശുക്ല കമ്മീഷൻ ഉണ്ടല്ലോ, ആങ്കർക്കറിയാലോ. അതുകൊണ്ട് അതൊന്നും വെറുതെ ഓർമ്മിപ്പിച്ച് ഈ ചർച്ചയുടെ ആകത്തുകയായിട്ടുള്ള ഒരുപാട് ചരിത്രം പറഞ്ഞാൽ നമുക്ക് സമയത്തിന് അവസാനിപ്പിക്കാൻ പറ്റില്ല. ശരി, പെട്ടെന്നൊരു ഇന്റർവെൻഷൻ, അതിനുശേഷം ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകും. ഒന്ന് നമുക്കൊരു ഒരു വസ്തുത പറഞ്ഞാൽ അതിനെ കൃത്യമായ വസ്തുത കൊണ്ട് തന്നെ ഖണ്ഡിക്കുക എന്നാണ് അതിൻ്റെ ഒരു ശൈലി. ഞാൻ എടുത്തു പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ പറഞ്ഞു 1959 ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അരുണ അസഫ് അലിയെ ഗാന്ധി വധത്തിന് ശേഷം ഒറ്റപ്പെട്ടിരുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾക്ക് ആദ്യമായി ക്ഷണം കൊടുത്തത് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. CPM അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നത്തെ. വസ്തുതയല്ലേ? നിഷേധിക്കാൻ സാധിക്കുമോ? മൈ ലൈഫ് എന്ന് പറയുന്ന LK അദ്വാനിയുടെ ആത്മകഥയിൽ കൃത്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു വസ്തുതയാണ്. വസ്തുതയല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതിന് പകരമായിട്ട് എന്താ പറഞ്ഞേ? മുകുന്ദൻ്റെ ആത്മകഥയിൽ കോലീബി സഖ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ചോദിച്ചൊരു കാര്യം, അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, ലാൽകൃഷ്ണ അദ്വാനിയും K കരുണാകരനുമായി ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന, O രാജഗോപാലുമായി ഒരുമിച്ചിരിക്കുന്ന ചിത്രം അതിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വിഭജിക്കപ്പെട്ട ജനതാ പാർട്ടി, ആ ജനതാ പാർട്ടിയിൽ കോൺഗ്രസ് അനുകൂല ഘടകം, ആ കോൺഗ്രസ് അനുകൂല ഘടകത്തിൻ്റെ സ്ഥാനാർത്ഥിയായി O രാജഗോപാൽ മത്സരിക്കുന്നതിനെ ലാൽകൃഷ്ണ അദ്വാനിയും വാജ്പേയി ഉൾപ്പെടുന്ന RSS വിങ് എന്ന് കോൺഗ്രസിനെ അല്ല സപ്പോർട്ട് ചെയ്തത്. അവർ സപ്പോർട്ട് ചെയ്ത് എതിർപക്ഷത്തെയാണ്. അന്ന് 80 കോൺഗ്രസിനെതിരാണ്. അപ്പോൾ ചരിത്രം പറയുമ്പോൾ ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണെന്ന് കരുതരുത്, തെറ്റായ വസ്തുത പറയരുത്. 80 തെരഞ്ഞെടുപ്പാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാജഗോപാൽ കാസർഗോഡ് മത്സരിക്കുന്നത് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അത് RSS വിങ് അല്ല, എതിർപക്ഷമാണ്. അതിൽ അവശിഷ്ട ജനതാ പാർട്ടിയുടേതാണ്. അപ്പോൾ ഒരു വളരെ നട്ടാൽ കുരുക്കാത്തൊരു നുണ പറയുകയാണ് K കരുണാകരനും LK അദ്വാനിയും ഒരുമിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫോട്ടോ കിട്ടുന്നത് അത് ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും EMSഉം ഹർകിഷൻ സുർജിത്തുമായിട്ടുള്ള ഫോട്ടോയെ കിട്ടൂ സുഹൃത്തെ. നിങ്ങൾക്ക് അടിയന്തരാവസ്ഥ കാലത്തിലാണെങ്കിലും 89 ദേശീയ മുന്നണി പരീക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും CPM നേതാക്കന്മാരും RSS നേതാക്കന്മാരും ഒരുമിച്ച് നിൽക്കുന്ന പടമേ കിട്ടൂ. ലാൽകൃഷ്ണ അദ്വാനിയും K കരുണാകരനുമായി നിൽക്കുന്ന ചിത്രം എന്ന് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. രാജഗോപാൽ ഉണ്ടായിരുന്നു. ലാൽകൃഷ്ണ അദ്വാനി വന്ന നിങ്ങളുടെ ഉദ്ഘാടനത്തിലാണ്, ശിവദാസ മേനോന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ ഈ കോലീബി സഖ്യം എന്ന് പറയുന്നൊരു കാര്യം ഇവർ എപ്പോഴും പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ചർച്ചയ്ക്കും ചോദിച്ചു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ രത്നം സിംഗ്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണമടഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു, രത്നം സിംഗിനെയും മാധവൻകുട്ടിയെയും സ്ഥാനാർത്ഥികളാക്കി. പക്ഷേ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ്സാണ്. K കരുണാകരനും AK ആന്റണിയുമാണ് ആ യോഗങ്ങളിൽ പോകുന്നത്.
ഏതെങ്കിലും RSS BJP നേതാക്കന്മാർ വന്നിട്ടാണോ അവരുടെ യോഗത്തെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? BJP അല്ല, ടാക്ടിക്കലായി അല്ല, അതൊരു ആരോപണം മാത്രമാണ്. KG മാരാര് ജയിക്കും മഞ്ചേശ്വരത്തെന്ന് അത് പ്രതീക്ഷിച്ചു. ആരോപണമാണല്ലോ. പക്ഷേ അതൊരു ആരോപണം മാത്രമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ രത്നം സിംഗ് RSSകാരനാണോ? കോൺഗ്രസിന്റെ ഞങ്ങളുടെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ആളാണ്. മാധവൻകുട്ടിയെ കുറിച്ചാണ് ഇവർ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ടെന്നുള്ള കാര്യം. മാധവൻകുട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അതല്ലോ അഭിലാഷ്. അവര് ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് BJP ആദ്യം തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥി വേണ്ടെന്നാണ്. ഇവരെ സഹായിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി വേണ്ടെന്നാണ്. അപ്പോൾ സ്ഥാനാർത്ഥി വേണ്ട എന്ന് എത്രയോ തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നിട്ടുണ്ട്. എത്രയോ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നിട്ടുണ്ട്. പക്ഷേ അതൊരു വസ്തുത എന്ന രീതിയിൽ പറയാൻ സാധിക്കില്ല. ഞാൻ അതിനെക്കുറിച്ചാണ് എടുത്ത് സൂചിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൃത്യമായ വസ്തുതകൾ മാത്രമാണ്. അത് പിന്നെ അത് അങ്ങ് പറയേണ്ടത് കൃത്യമായ വാചാടോപത്തിനപ്പുറത്ത് വസ്തുതകൾ വെച്ചാണ് അതിനെ കൗണ്ടർ ചെയ്യേണ്ടത്. പിന്നെ കെ സുധാകരൻ, അദ്ദേഹം ജനതാ പാർട്ടി, അവശിഷ്ട ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥി ഭാഗമായിരുന്നു. സംഘടനാ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് അതാണ് സംഘടനാ കോൺഗ്രസ് ആണ്, അതല്ലാതെ മറ്റതല്ല. ശരി, അല്ല, ഈ സംഘടനാ കോൺഗ്രസ് കൂടി ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിയായിട്ടാണ്. പിന്നെ ഗൂഗിളിലെ പിന്നെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഈ PC ജോർജോ RSSന്റെ ഉപയോഗിക്കുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ദയവായി ഉപയോഗിക്കരുത്. അതല്ല വസ്തുത. വസ്തുതകൾ വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരി. ശരി, ശ്രീ ശിവശങ്കർ, ഇപ്പോൾ ഈ RSS വിഷയത്തിൽ ചൊല്ലി തെരഞ്ഞെടുപ്പുകൾ അതിന്റെ ഭാഷ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പുതുതായ കാര്യമൊന്നുമല്ല. ഞാനിപ്പോൾ 2015 അരുവിക്കര തെരഞ്ഞെടുപ്പ് നേരത്തെ ഈ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. 2015 അരുവിക്കര തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്നു. ഈ 2015 പ്രത്യേകത, 2015 മോദി സർക്കാരിന്റെ ഒന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ വർഷം. അന്ന് ഈ ദേശീയ തലത്തിൽ നയൻതാര സൈഹാളിനെ പോലെയുള്ള സാഹിത്യകാരന്മാരൊക്കെ അവരുടെ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും മറ്റ് സർവകലാശാലകളിലും ഉണ്ടാവുന്നു. കേരളത്തിൽ ബീഫ് ഫെസ്റ്റിവലുകൾ വരുന്നു. DYFIയുടെ നേതൃത്വത്തിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നു. RSS വിരോധം ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നു. ആ വർഷം അവസാനം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നെ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അന്ന് ആ ജയത്തെ അവലോകനം ചെയ്തുകൊണ്ടുവന്ന വിശകലനങ്ങളിലൊക്കെ ഈ 2015 ഘട്ടത്തിലെ കടുത്ത RSS വിരുദ്ധ നിലപാട് അവർക്ക് ഗുണകരമായിട്ടുണ്ട് എന്നൊരു നിരീക്ഷണമൊക്കെ പല മാധ്യമ പ്രവർത്തകരും വിലയിരുത്തലുകാരും ഒക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് RSS വിരുദ്ധതയുടെ ചാമ്പ്യൻഷിപ്പ് ആർക്ക് എന്നതിനുള്ള മത്സരമായിരിക്കില്ലേ? അഭിലാഷ് ഇപ്പോൾ പറഞ്ഞ് നിർത്തിയതിന് ഞാനൊരു ഉത്തരം പറയാം. എന്നിട്ട് എനിക്കും ചരിത്രം പറയാനുള്ളൊരു അവകാശം ഉണ്ട്. അത് അങ്ങ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വലൻ്റ് റിയാക്ഷൻ എന്ന് ഒരു സയൻസും ഉണ്ടല്ലോ. ശാസ്ത്രം പഠിക്കുന്ന എൻ്റെ അടുത്ത സഹപാനലിസ്റ്റ് രണ്ടുപേരും അതും വിശ്വസിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് RSS വിരോധം പറഞ്ഞു പരത്തുമ്പോൾ അതിന് എതിരായൊരു ഒരു തരംഗം ഉണ്ടാവും എന്നും കൂടി അവർ മനസ്സിലാക്കുക, വിശ്വസിക്കുക. അത്തരം ചരിത്രം മാത്രമല്ല, ഈ RSS വിരോധം പറഞ്ഞ് ഇവർക്ക് എത്രത്തോളം പോകാൻ പറ്റും. നേരിട്ട് മത്സരിക്കാത്ത BJP വിരോധം പോലും പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ സഹ പാനലിസ്റ്റ് വായിക്കുന്നത് മുഴുവൻ LK അദ്വാനിയുടെ മൈ കൺട്രി മൈ ലൈഫ് എന്നുള്ള പുസ്തകവും PP മുതൻ്റെ എല്ലാ KG മാരാരുടെ ജീവചരിത്രമൊക്കെയാണ്. അല്ല, വായിക്കുന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞ പേര് പറഞ്ഞു. ഏതായാലും വായിക്കുന്നു ആ പുസ്തകങ്ങൾ. വായിച്ച് എൻ്റെ പോസ്റ്റ് പോകുമെന്ന് എനിക്കിപ്പോൾ പേടി. ഇവർ രണ്ടുപേരും BJPയുടെ RSSന്റെ പുസ്തകമൊക്കെ വായിച്ച് നമ്മുടെ കുഞ്ഞിക്കണ്ണേട്ടൻ എഴുതിയ പുസ്തകത്തെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അങ്ങ് തിരുത്തിയില്ല. അല്ല, ഞാനിപ്പോ ആരും പറയുന്നത് മനസ്സിലായി. അത് ചെറിയ തെറ്റൊക്കെ അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ജയിക്കാൻ നന്നായി എൻ്റെ ഇടപെടരുത് കേട്ടോ. അങ്ങനെ ജയിക്ക് നല്ലോണം വായിക്കുന്നുണ്ട്, നല്ല കാര്യം, അതൊക്കെ വായിക്കട്ടെ, സന്തോഷം. പക്ഷേ എനിക്ക് സംശയമുള്ളത് ഇവരിപ്പോൾ ഇത് മാത്രമേ വായിക്കുന്നുള്ളൂ. അത് ഇപ്പോൾ രണ്ടുപേരും ഒരാൾ വായിക്കേണ്ടത് ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ കത്തുകളെങ്കിലും വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, ഹരിജൻ എഴുതിയ പുസ്തകങ്ങൾ അത് വായിക്കണം. ഈ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചൊക്കെ ഇത്ര നന്നായി പ്രസംഗിക്കുമ്പോൾ 1944 ജൂൺ 11 അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി PC ജോഷിക്ക് ഗാന്ധി എഴുതിയ കത്തുകളുണ്ട്. ആ കത്തുകളിൽ ഒരെണ്ണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒളിഞ്ഞിരുന്ന സമരഭടന്മാരെ പിടിച്ചു കൊടുക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു എന്ന് നിരന്തരം എനിക്ക് ആരോപണം വരുന്നു. അതിനെക്കുറിച്ച് PC ജോഷിയുടെ അഭിപ്രായം എന്താണ് എന്ന് മഹാത്മാഗാന്ധി ചോദിക്കുന്നുണ്ട്. വടിയും ലാത്തിയും ഉപയോഗിച്ച് ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലുന്നു കമ്മ്യൂണിസ്റ്റുകാർ, മത്സ്യവും മാംസവും തിന്നുവാൻ, അഹിംസ കളയുവാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് ദീർഘമായ ഒരു ആരോപണം PC ജോഷിക്ക് എഴുതുന്നുണ്ട്. PC ജോഷി മറുപടി എഴുതുന്നില്ല. അത്തരത്തിലുള്ള കാര്യവുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്
1975-77 കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാഗം CPI അന്ന് ലിജുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ, അവരും ചെയ്തിരുന്നത്, അവരും നിരന്തരമായി ഇത് തന്നെ ചെയ്തിരുന്നു. അന്ന് ഒരു കാര്യം കൂടെ പറയാം, ഇന്നത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അന്നത്തെ CPM-ന്റെ നേതാക്കൾ കാത്തിരുന്നത് RSSകാർ ഇരുട്ടത്ത് കൊണ്ടുവന്നിരുന്ന കുരുക്ഷേത്ര എന്ന പുസ്തകം വായിക്കാനാ. ദേശാഭിമാനിൽ ഒരു ലേഖനം കാണിച്ചു തരാമോ അറസ്റ്റ് ചെയ്യുന്നുള്ളത്? AKGയുടെ പാർലമെന്റിലെ പ്രസംഗം ഇവർ കണ്ടത് കുരുക്ഷേത്രയുടെ പ്രസ്സിൽ നിന്നിറങ്ങിയ പ്രിന്റിൽ കൂടെയാണ്. അന്ന് അടികൊള്ളുവാനും ഇത് പുറത്തിറക്കുവാനും RSSകാരെ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം നോക്ക്. ഇന്ന് നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ പ്രവർത്തകർ. എത്ര ക്രൂരമായിട്ടാണ് BJP RSS നേതാക്കളെ പ്രവർത്തകരെ മർദ്ദിച്ചത്. കണക്കെടുത്ത് നോക്ക്. ഇന്ത്യ മുഴുവൻ ലക്ഷക്കണക്കിന് ആൾക്കാർ അറസ്റ്റ് ചെയ്തതിൽ 90% RSSന്റെ പ്രവർത്തകരായിരുന്നു. എത്ര സ്ത്രീകൾ, സീതാലക്ഷ്മി എന്നുള്ള സ്ത്രീ അടികൊണ്ട് അറസ്റ്റ് ചെയ്ത് അവരെ പുറത്ത് വിട്ടിട്ട് അവരോട് പറഞ്ഞത് ഇനി സമരത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അറസ്റ്റ് പോയി സമരം ഭരിച്ച സ്ത്രീ നേതാക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ RSS ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ ചരിത്രവും ഒരുപക്ഷെ 75-ലൊക്കെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ RSSന്റെയും കുരുക്ഷേത്രയുടെയും ഇന്ന് പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ അതിലുള്ള ഓരോരുത്തരുടെയും പേരുകൾ AKG സെൻറ്ററിലും വെക്കേണ്ട പേരുകളാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ നിലമ്പൂരിൻ്റെ കാര്യം പറയാം. നിലമ്പൂരിൽ ഏതായാലും ഞങ്ങൾക്ക് വോട്ട് കുറവാണെന്നാണ് ഇപ്പോൾ അഭിലാഷും പറഞ്ഞു വന്നത്. ഒരൊറ്റ മിനിറ്റ്, എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല. ഏതായാലും LDFനും UDFനും എതിരായി 28,000 വോട്ട് അവിടെ ഉണ്ടല്ലോ. ഇത്രയേറെ ഇവർ പ്രവർത്തിച്ചിട്ടും അവിടെ LDFനും UDFനും കൊടുക്കാതെ 28,000 വോട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 30,000 വോട്ട് ഞങ്ങൾക്ക് യാതൊരു സ്വാധീനമില്ലാത്ത സ്ഥലത്തുണ്ടെങ്കിൽ ഒരു സംശയമില്ല, ഈ ചൂണ്ടുപലക കാണിക്കുന്നത് ഇവർക്കെതിരെ ശക്തമായ ഒരു ജനവികാരമുണ്ട്. ഇത് ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും ബന്ധം തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും എങ്ങനെ വരുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ ഒരു സംശയവും വേണ്ട. അതിനത്ര വലിയ ബുദ്ധിയും വേണ്ട. ഇത് രാഷ്ട്രീയ ചൂണ്ടുപലകയാണ്. BJPക്ക് അനുകൂലം കുറെ കാര്യങ്ങൾ ഇടപെടാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചർച്ച നിങ്ങൾ മൂന്നുപേരുടെയും ഭാഗം പറയട്ടെ എന്നുള്ള നിലയിൽ ഞാൻ വിടുകയാണ്. എനിക്കൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ചർച്ച ഓപ്പൺ ആണ്. പക്ഷേ ഒറ്റ കാര്യം കൂടി, അതെന്തായാലും CPM പ്രതിനിധി മറുപടി പറയാനുണ്ടല്ലോ. ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ വസ്തുതാപരമായി ഒന്നുകൂടി ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏത് രേഖകളിലാണ് AK ഗോപാലൻ, ശ്രീ AKG ഇന്ദിരാഗാന്ധിയെ ലേഡി ഹിറ്റ്ലർ എന്ന് ലോക്സഭയെ വിളിച്ചു എന്ന് താങ്കൾ പറഞ്ഞു? ഏത് പാർലമെന്റ് രേഖ പ്രകാരം? താങ്കൾക്ക് ആ രേഖ ഒന്ന് കാണിക്കാമോ? ഒരു പുസ്തകം AK ഗോപാലൻ ഇന്ദിരാഗാന്ധിയെ ലേഡി ഹിറ്റ്ലർ എന്ന് വിളിച്ചിരിക്കുക അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ. ഞാൻ കൃത്യമായി പറയുന്നു അഭിലാഷേ, ഇതൊക്കെ ഇവരുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പാർലമെന്റ് സസ്പെൻഡ് ചെയ്ത് ശ്രീ AK ഗോപാലൻ അന്തരിച്ചിരിക്കുന്നു 77 ആ കാലഘട്ടത്തിലാണ്. ഒരിക്കൽ പോലും ഇന്ത്യൻ പാർലമെന്റ് വെറുതെ ഇത്തരം ക്യാപ്സൂളുകൾ അടിക്കുകയാണ്. ശരി, ഇപ്പോൾ ജയ്ക്ക് എനിക്ക് അയച്ചു തന്നിട്ടുള്ള രേഖകളിൽ ഒന്ന് കെ കരുണാകരനും KG മാരാരും LK അദ്വാനിയും O രാജഗോപാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം. അത് AI അല്ല, മനോരമ ഓൺലൈൻ്റെതാണ്. മനോരമയുടെ ആർക്കൈവിൽ നിന്നുള്ള ചിത്രമാണ്. രണ്ട് മാതൃഭൂമിയുടെ വാർത്ത. അത് പട്ടാമ്പിയിൽ ത്രികോണ മത്സരം ഒഴിവാക്കാൻ വേണ്ടി ദീൻദയാൽ ഉപാധ്യായ പ്രഖ്യാപിച്ച ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, അതായത് EMSനെതിരെ പൊതു സ്ഥാനാർത്ഥി, ജനസംഘത്തിന്റെയും കോൺഗ്രസിന്റെയും പൊതു സ്ഥാനാർത്ഥി പട്ടാമ്പിയിൽ മുഖ്യമന്ത്രിയായിരുന്ന EMSനെതിരെ വന്നതിനെ കുറിച്ചാണ് രണ്ടാമത്തെ. അതായത് മുൻകാലങ്ങളിലെ കോൺഗ്രസ് ജനസംഘം ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസ് RSS ബന്ധം ചൂണ്ടിക്കാണിക്കാനാണ് ജയ്ക്ക് ഇത് അയച്ചു തന്നിട്ടുള്ളത്. അത് ഞാൻ പറയുന്നു. ജയ്ക്ക് ഇതിൽ ഇപ്പോ ഈ ചരിത്രമൊക്കെ പറഞ്ഞു പോയാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. ഇവിടെ ലിജു ഉന്നയിച്ച ചോദ്യങ്ങൾ അടക്കമുണ്ട്. ഇതിപ്പോ ഈ ചരിത്രം പരിശോധിച്ചു പോയാൽ ആരൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ ആരൊക്കെ എവിടെയൊക്കെ നിന്നു എന്നുള്ളതാണോ ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരിക. പാർലമെന്റിൽ AK ഗോപാലൻ ഇന്ദിരാഗാന്ധി വിളിച്ചെങ്കിൽ ഒന്ന് അറിയാനുള്ള അദ്ദേഹം പറയട്ടെ. എനിക്കും കൂടെ ഒരു അക്കാഡമിക് ഒരു വിദ്യാർത്ഥി എന്ന എനിക്കും കൂടെ അറിയാൻ വേണ്ടിയാണ്. അങ്ങയുടെ ഏത് രേഖ പ്രകാരമാണ്, ഏത് പുസ്തകത്തിലാണ് ലേഡി ഹിറ്റ്ലർ എന്ന AK ഗോപാലൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ദിരാഗാന്ധിയെ വിളിച്ചു എന്ന് പറയുന്നത്? ഏതിലാണ്? ജയിക്കിന്റെ അവസരം പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇപ്പൊ ചർച്ചയാകെ ഇന്ദിരാഗാന്ധിയെ പെൺഹിറ്റർ എന്ന് വിളിച്ചത് ആരാണെന്നുള്ള വളരെ ആധികാരികമായി താങ്കൾ പറഞ്ഞല്ലോ. എനിക്ക് അറിയാൻ വേണ്ടിയാണ്, എനിക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് അറിയാൻ വേണ്ടിയാ. അങ്ങ് പറഞ്ഞല്ലോ. അല്ല തീർച്ചയായിട്ടും ഇല്ല അങ്ങ് പറഞ്ഞല്ലോ. ഗൗരവമുള്ള അതേപോലെ തന്നെ ഗൗരവമുള്ള മറ്റു ചില ആക്ഷേപങ്ങൾ എന്റെ വാദത്തിന് ഉന്നയിച്ചു. അതായത് ചരിത്രത്തിൽ വസ്തുതകളെ മുൻനിർത്തി പറയണം, വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ വസ്തുതകളെ മുൻനിർത്തി അല്ലാതെ എന്തെങ്കിലും ഒരു വാചകം ഇവിടെ പറഞ്ഞതായിട്ട് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പറഞ്ഞു കെ കരുണാകരനോടൊപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ചൂണ്ടിക്കാണിച്ചല്ലോ. അങ്ങിങ്ങനെ ഇടപെടുന്നത് മര്യാദയാണോ? സംസാരിച്ചോ?
അങ്ങയുടെ അക്കാഡമിക് താല്പര്യവും ഉയർന്ന പാണ്ഡിത്യവും ഉയർന്ന പക്വതയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. എന്നാൽ ഞാൻ 2 തവണ സംസാരിച്ചപ്പോൾ അങ്ങ് ഇടപെടുകയാണ്. ഇത് അങ്ങേക്ക് ചേർന്നതാണോ എന്ന് സാംസ്കാരിക നായകനല്ല. ശരി പറയട്ടെ, ജയിക്കുന്ന അവസരം ഞാൻ അങ്ങയുടെ എല്ലാ വാദങ്ങളെയും സ്വീകരിക്കുന്നു. പക്ഷേ ഒരു അഭിപ്രായം പറയാനുള്ള അവരായ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കൂടെ അങ്ങൊരു സംവാദത്തിൽ വകവെച്ച് തരണമെന്ന് വിനീതമായി അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അങ്ങയുടെ അവസരത്തിൽ ഇടപെട്ടതേ ഇല്ല എന്ന് കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. അപ്പോ അങ്ങയുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചിത്രമൊന്നും ലഭിക്കാൻ പോകുന്നില്ല, അതൊക്കെ ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ ലാൽകൃഷ്ണ അദ്വാനിയും സംഘവും വന്നപ്പോഴുള്ള ചിത്രം മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അനൗദ്യോഗിക മാധ്യമമായി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ തന്നെ ആർക്കൈവിൽ വന്നിട്ടുള്ള ചിത്രമാണ് ഞാൻ ആങ്കർക്ക് അയച്ചു കൊടുത്തത്. 1. 2, അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഞങ്ങൾക്കൊന്നും വേണ്ടി ആരും പ്രസംഗിക്കാനൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നു മാതൃഭൂമി തന്നെ ചെയ്ത വാർത്താ ശകലം 3 മിനിറ്റ് ഉള്ളത് ഞാൻ ആങ്കർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നൊന്നുമില്ല. മാതൃഭൂമിയുടെ വാർത്താ ശകലം മാതൃഭൂമി ഇപ്പോഴൊന്ന് കാണിച്ചാൽ അദ്ദേഹത്തിന്റെ ചരിത്ര സംബന്ധമായ എല്ലാ അബദ്ധവും നീങ്ങിക്കിട്ടും. എന്തെങ്കിലും അജ്ഞതയുണ്ടെങ്കിൽ അതും ദൂരീകരിച്ച് കിട്ടും. ഞാനല്ല ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി ആ 3 മിനിറ്റുള്ള വീഡിയോ ചിത്രത്തിൽ പറയുന്നത്. ദീൻദയാൽ ഉപാധ്യായ രാഘവൻ നായർക്ക് വേണ്ടി EMS-നെ തോൽപ്പിക്കാൻ ജനതാ മൂവ്മെന്റിന് മുമ്പ് 960-ൽ പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസ് BJP RSS സംയുക്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു. ബാഫക്കി തങ്ങളും പണ്ഡിറ്റ് നെഹ്റുവും സുജേത കൃപാലനിയും മൊറാർജി ദേശായും ഒക്കെ വന്നു EMS-നെ തോൽപ്പിക്കാൻ. നിങ്ങൾ ഒരുമിച്ച് വോട്ട് ചോദിച്ചു. അതിന്റെ വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതും മാതൃഭൂമി ന്യൂസ് അതിനെ സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി കള്ളന്മാരാണോ? മാതൃഭൂമി ന്യൂസ് കള്ളത്തരം മാത്രം പറയുന്നതാണോ? അങ്ങൊന്ന് പറഞ്ഞാട്ടെ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ദീൻദയാൽ ഉപാധ്യായയും പണ്ഡിറ്റ് നെഹ്റുവും വന്ന് ഒരുമിച്ച് പറഞ്ഞല്ലോ. പറഞ്ഞോളൂ. അപ്പോ പെരിന്തൽമണ്ണയിലെ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ഹിന്ദു വോട്ടും ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് മുസ്ലിം വോട്ടും മാതൃഭൂമിയുടെ വാർത്താ ശകലത്തിൽ പറയുന്നതാണ്. ഇത് 960 മുതൽ നിങ്ങൾ പരീക്ഷിക്കുന്നതാണ്. ഏതു കാര്യങ്ങളവിലും നിങ്ങൾ ഈ സമീപനം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ മുൻനിർത്തി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് വാചകമടി എന്നുള്ളതാണ്. ഇതിലെവിടെയാണ് വാചകമടി? 2, ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ നിർബന്ധിത വന്ധ്യംകരണം നടത്തിയ, കൂട്ടക്കൊലയ്ക്കും കലാപത്തിനും തുർക്കുമാൻ ഗേറ്റിൽ ബുൾഡോസർ രാജിനും ഒക്കെ നേതൃത്വം നൽകിയ, RSS-ന് വഴികാട്ടിയായ കോൺഗ്രസ് ഭരണത്തിന്റെ നേതൃത്വം നൽകിയ ആ പ്രധാനമന്ത്രിയെ, ആ കോൺഗ്രസ് നേതാവിനെ വനിതാ ഹിറ്റ്ലർ, പെൺ ഹിറ്റ്ലർ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ പാർലമെന്റ് പ്രഭാഷണത്തിന്റെ രേഖ എന്റെ കയ്യിലില്ല. പക്ഷേ അറിഞ്ഞിരിക്കാനാണ് എന്റെ അന്വേഷണത്തിൽ, ഒരു നിമിഷം, എന്റെ അന്വേഷണത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെ ഒരു രേഖയില്ലെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും ലേഡി ഹിറ്റ്ലർ എന്ന് ഇന്ദിരാഗാന്ധിയെ ആ കാലത്ത് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഗ്രോക്കിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് ആരാണ് ആ ടേം കോയിൻ ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ ലേഡി ഹിറ്റ്ലർ എന്ന ഞാനത് സംഘപരിവാർ അന്ന് വിളിച്ചിരുന്നു. അന്ന് ജനസംഘ നേതാക്കന്മാര്, ഞാൻ അതാണ് പറഞ്ഞത്. സംഘപരിവാർ മാത്രമല്ല, അന്നത്തെ ജനസംഘം നേതാക്കന്മാര് ഉപയോഗിച്ചിരുന്ന പദമാണ് ലേഡി ഹിറ്റ്ലർ. ഞാൻ പക്ഷേ അദ്ദേഹം ആധികാരികമായി ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരും അവരെ വിളിച്ചിരുന്നു. അങ്ങ് തെറ്റിദ്ധരിക്കണ്ട. പാർലമെന്റിന്റെ പാർലമെന്ററി രേഖകളിൽ AK ഗോപാലൻ ഇന്ദിരാഗാന്ധിയെ ലേഡി ഹിറ്റ്ലർ എന്ന് വിളിച്ച രേഖകളില്ല. അദ്ദേഹത്തിന്റെ സെലക്ടഡ് വർക്സിലോ പ്രസംഗങ്ങളിലോ ഇല്ല. ഞാൻ AK ഗോപാലൻ മനുഷ്യനെ കുറിച്ച് പ്രയോഗമായിരുന്നു. ആ പ്രയോഗം അങ്ങയുടെ അക്കാഡമിക് താല്പര്യത്തെ മുൻനിർത്തി ഞാൻ നൽകി. ഒരു സംശയം വേണ്ടതില്ല. ശരി, അക്കാഡമിക് താല്പര്യത്തിൽ ഇപ്പോ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ശക്തനായ വിമർശകൻ ജയപ്രകാശ് നാരായണനായിരുന്നു. അദ്ദേഹം നാഷണൽ മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നുള്ളതിലുപരി ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന JP ആണ് ഏറ്റവും കടുത്ത പദപ്രയോഗങ്ങൾ. ഞാൻ ഒരു നിമിഷം, എന്റെ പോയിന്റ് ഇത്ര മാത്രമാണ്. AKG പറഞ്ഞ ഒറ്റ പോയിന്റ് ഇത് മാത്രമാണ്. അദ്ദേഹം സംസാരിച്ചപ്പോ അദ്ദേഹം വളരെ ആധികാരികമായി ചരിത്രത്തിൽ ഉപയോഗിക്കരുതെന്നും ലേഡി ഹിറ്റ്ലർ എന്ന് പറയുന്ന RSS നേതാക്കന്മാരും അല്ലെങ്കിൽ ഇന്ദിരാ വിരുദ്ധരായ ആളുകൾ ഉപയോഗിക്കുന്ന പദം ഒരു പുതിയ CPM നേതാവ് ഇന്നത്തെ ദിവസത്തിൽ ഉപയോഗിക്കുന്നതിന് പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് AKG ഇന്ത്യൻ പാർലമെന്റ് ഉപയോഗിച്ചാണെന്ന് നോക്കിയാൽ സ്വാഭാവികമായി ഇന്ത്യൻ പാർലമെന്റ് ആർക്കൈവ്സ് നമുക്ക് ഇപ്പൊ നോക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ നോക്കിയതിൽ എന്റെ അക്കാഡമിക് താല്പര്യം വെച്ച് ഞാൻ നോക്കിയത് വെച്ച് AK ഗോപാലൻ അങ്ങനെ ഒരു പദം ചർച്ചയല്ലേ. എന്തായാലും ഇന്ദിരാഗാന്ധിക്കെതിരെ മൊറാർജി ദേശായി, ചരൺ സിംഗ്,
നിഷേധിച്ചില്ലല്ലോ. ജയപ്രകാശ് നാരായണൻ, ജോർജ് ഫെർണാണ്ടസ്, വിളിക്കാൻ അവകാശമുണ്ടല്ലോ. എല്ലാ നേതാക്കളും അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ അന്ന് അടൽ ബിഹാരി വാജ്പേയി, എൽ കെ അദ്വാനിയായിരുന്നു ജനതാ മന്ത്രിസഭയിലെ ബിജെപിയുടെ വിളിച്ചിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി 71 യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ പാർലമെന്റ് ദുർഗയെന്ന് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ വസ്തുതകളാണ്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനം കൂടിയാണ്. ചരിത്രം ഒരുപാട് ചർച്ച ചെയ്തു. എല്ലാവർക്കും സ്വാഭാവികമായി അതിൽ അവരുടേതായ ടേക്കുകളുണ്ട്. നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.